പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 4 ബുധൻ. എഫേസ്യ ലേഖനം 6 അധ്യായം 6-7 വാക്യങ്ങൾ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിക്കും. വലിയ നോമ്പിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നാം വായിച്ചതായ ദൈവവചനം നമ്മോട് പറയുന്നു, പുറമേ കാണിക്കുന്ന ഭക്തിയല്ല, ഉള്ളിൽ നിന്നുയരുന്ന അനുസരണമാണ് ദൈവം അന്വേഷിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൃഷ്ടി സേവക്കാരായി അല്ല എന്ന്. അതായത് ആളുകൾ നോക്കുമ്പോൾ മാത്രം നന്മ ചെയ്യുന്ന ജീവിതം ദൈവത്തിന് പ്രസാദകരമല്ല. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാകാം, ഉപവസിക്കുന്നത് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാകാം, സേവനം ചെയ്തത് പ്രശംസ ലഭിക്കാൻ വേണ്ടിയാകാം. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. വലിയ നോമ്പ് നമ്മുടെ ഉള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ട് ദൈവം നമ്മോട് ചോദിക്കുന്നു, നാം മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണോ ജീവിക്കുന്നത്, അതോ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ജീവിക്കുന്നവരുടെ അഭിപ്രായം മാറിയേക്കാം. ഇന്ന് പ്രശംസിക്കും, നാളെ വിമർശിച്ചേക്കാം. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജീവിക്കുന്നവർ ഉറച്ച അടിത്തറയുള്ളവരാണ്. കാരണം അവരുടെ പ്രവൃത്തി കാണാൻ ആരുമില്ലെങ്കിലും ദൈവം കാണുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. വേദഭാഗത്തിൽ പറയുന്നു, ഹൃദയത്തിൽ നിന്ന് ദൈവഹിതം ചെയ്യുക എന്നത്. ദൈവഹിതം അത് നിർബന്ധിതമായ ഒരു കടമയല്ല, അത് സ്നേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. അവൻ നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് നാം അവനെ അനുസരിക്കുന്നു. ഈ നോമ്പുകാലത്ത് നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നുള്ളതാണോ? എൻ്റെ ഉപവാസം ദൈവസന്നിധിയിൽ നിന്നുള്ളതാണോ, അതോ മനുഷ്യരുടെ മുൻപിലാണോ? ഞാൻ ചെയ്ത നന്മകൾക്ക് മുൻപിൽ പ്രശംസയുടെ ആഗ്രഹമുണ്ടോ? ദൈവം നമുക്ക് മുമ്പിൽ ഒരു ഉയർന്ന വെല്ലുവിളി വയ്ക്കുന്നു, ക്രിസ്തുവിൻ്റെ ദാസന്മാരായി ജീവിക്കുക എന്നതത്രേ. കാരണം ദാസൻ തൻ്റെ യജമാന്റെ ഇഷ്ടം മാത്രം നോക്കും. അവന് പ്രശംസ ആവശ്യമില്ല, അവന് അംഗീകാരം വേണ്ട. അവന് പ്രധാനമായത് യജമാനന്റെ സന്തോഷമാണ്. നമ്മുടെ സഭയിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ദൈവഹിതം ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്ന വിശ്വാസികളെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ആരും കാണാത്ത സമയത്തും വിശ്വസ്തരായി നിൽക്കുന്നവർ, പ്രശംസയില്ലാത്തപ്പോഴും സ്നേഹിക്കുന്നവർ, പ്രതിഫലമില്ലാത്തപ്പോഴും സേവിക്കുന്നവരെ ആവശ്യമായിട്ടുണ്ട്. വലിയ നോമ്പ് ഒരു ആത്മപരിശോധനയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സത്യസന്ധമാകുമ്പോൾ നമ്മുടെ ജീവിതം സ്വാഭാവികമായി ദൈവത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ മാറിത്തീരും. നമുക്കൊരു തീരുമാനമെടുക്കാം, ഇനി മുതൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ജീവിക്കും എന്ന്. അതുകൊണ്ട് കണ്ണുകൾ കാണാത്തിടത്തും കയ്യടി കേൾക്കാത്തിടത്തും ദൈവം കാണുന്നുവെന്നും അവൻ സന്തോഷിക്കുന്നുവെന്നും വിശ്വസിച്ച് ജീവിക്കാം. മനുഷ്യരുടെ പ്രശംസ താൽക്കാലികമാണ്, ദൈവത്തിൻ്റെ പ്രസാദം നിത്യമാണ്. മനുഷ്യരുടെ കയ്യടി കുറച്ച് നിമിഷങ്ങൾക്ക് മാത്രമേ നീളുകയുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ വാക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കും എന്നത് അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രേരണയാവുകയാണ്. നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് ദൈവഹിതം ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ ഭക്തി അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒഴുകുന്ന സത്യമായ സമർപ്പണമായി മാറട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹൃദയത്തിൽ നിന്ന് നിന്റെ ഹിതം ചെയ്യാനുള്ള സത്യസന്ധതയും വിശ്വസ്തതയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും സേവനവും നിന്റെ സന്നിധിയിൽ പ്രസാദകരമായി തീരട്ടെ. ക്രിസ്തുവിൻ്റെ സത്യദാസന്മാരായി ജീവിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.